ശബരിനാഥ് ഇപ്പോൾ നോക്കൂ, രാഷ്ട്രീയമായ ചോദ്യമാണ് കേട്ടോ അങ്ങോട്ട് ചോദിക്കുന്നത്. ഈ നടപ്പാക്കാൻ കഴിയാത്തവ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച വരി ഇങ്ങനെയാണ്: ഇത് നിരാശയിൽ നിന്ന് ഉടലെടുത്ത ബാലിശമായ പ്രഖ്യാപനമാണ്, വിമർശനമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് രാഷ്ട്രീയമായി ഇല്ല എന്നതിൽ നിന്നുള്ള വിമർശനമാണ് എന്നുള്ളതാണ് ഇടതുഭാഗത്തു നിന്ന് വരുന്നത്. ഇല്ല, നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതി എത്രയോ ഉണ്ട്. നമ്മൾ ലിസ്റ്റ് എടുത്താൽ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലുമായി പറഞ്ഞ വയനാടൻ കോഫി അടക്കമുള്ള ഇടുക്കി പ്ലാൻ അടക്കമുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ തോമസ് ഐസക്കിൻ്റെ സമയം മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സീ പ്ലെയിൻ അടക്കമുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ വനിതകൾക്കും എല്ലാവർക്കും 2 ലക്ഷം രൂപയോ ലാപ്ടോപ്പ് എന്നുള്ള കാര്യം എത്ര കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എത്രയോ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നടപ്പിലാക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടായിട്ടില്ല. അതെല്ലാം വീണ്ടും നടപ്പിലാക്കുമെന്ന് അവസാനം ഒരു കാവൽ ബഡ്ജറ്റിൽ പറയുന്നു. അത് അതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല. ഞാനിവിടെ നേരത്തെ സരോജ് പറഞ്ഞ പോലെ വാഹനം എടുത്തതിനെ ചെറുതായിട്ട് കാണുന്നതല്ല. ഞാൻ പറഞ്ഞത് ഇവിടെ SC മേഖലയിലുള്ള കുട്ടികൾക്ക് പൂർണ്ണമായ ഫണ്ട് കൊടുക്കാതെ ലൈഫ് പദ്ധതി അടക്കം 20% മാത്രം യൂട്ടിലൈസേഷൻ ചെയ്യുമ്പോൾ അതിന് പറയുന്ന കാരണം സർക്കാരിൻ്റെ ഞെരുക്കമെന്നുള്ളതാണ്. പക്ഷേ ആ ഞെരുക്കം ഈ പറഞ്ഞ ധൂർത്തിനും ഇത്തറിഞ്ഞ ഫെസ്റ്റിവൽ കോലാഹലത്തിനും കാണുന്നില്ല എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. അത് ജനം അംഗീകരിക്കുന്ന പോയിന്റ് കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത്, ഇനിയുള്ള ഈ ബഡ്ജറ്റിൽ ഇനി പുതിയൊരു സർക്കാർ വരുമ്പോൾ വലിയ പ്രതിസന്ധി, ഇപ്പോൾ നമ്മുടെ UDFൻ്റെ സർക്കാർ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ട്. അത് വലിയൊരു, നീ പറഞ്ഞ പോലെ നേരത്തെ BA പ്രകാശ് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒരു ഇഫക്റ്റ് മിനിമം ഒരു 5000-6000 കോടി രൂപ പെർ ഇയർ അതിനുവേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഒരവസ്ഥയുണ്ട്. പിന്നെ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യം, ഇവിടെ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബിയിൽ നടത്തിയെന്ന് പറയുമ്പോൾ ഞാൻ കണക്കുകൾ നോക്കി. കിഫ്ബിയിൽ ഇതുവരെ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള 1000 പദ്ധതികൾ ആണ് 60,000 കോടി രൂപ, 70,000 കോടി രൂപയുടെ 1000 പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2016 കിഫ്ബി പ്രഖ്യാപിക്കുമ്പോൾ ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞത് ഈ പദ്ധതിയെല്ലാം പെട്ടെന്ന് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ ചെയ്യുന്നതിനേക്കാളും ചെലവ് കുറയും എന്നുള്ളതാണ്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 21,000 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമേ ഇതിന് ബില്ല് മാറിയിട്ടുള്ളൂ. 10 വർഷം കൊണ്ട് 21,000 കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം 2,000 കോടി രൂപ പദ്ധതികൾ മാത്രമേ ഇതുവരെ ബില്ല് മാറിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പ്ലാൻ ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും 2,000-3,000 കോടിക്ക് പദ്ധതി നടക്കുന്നത് പോലെ തന്നെ അതിന് പകരം 2,000 കോടി രൂപയ്ക്ക് കിഫ്ബിന്ന് പദ്ധതി നടന്നു. ഇനി ഇതിന് അപകടം എന്താണെന്നറിയാമോ? ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അങ്ങ് പ്രഖ്യാപിച്ച് പോയേക്കാണ്. ഈ നേരത്തെ സനോജ് 90,000 പ്രഖ്യാപിച്ച് പോയിരിക്കുകയാണ്. അതിന് 50,000 കോടി രൂപയുടെ പണം തിരികെ അടക്കേണ്ടി വരുന്ന അടുത്ത സർക്കാരിനാണ്. ഈ പ്രഖ്യാപിച്ച പദ്ധതികളൊക്കെ നല്ല പദ്ധതികളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു UDF സർക്കാർ വരുമ്പോൾ നമ്മൾ പരിഗണിക്കും. പക്ഷേ 50,000 കോടി രൂപ പുതിയൊരു സർക്കാരിന് മുകളിൽ എത്തിയിട്ട് ബുദ്ധിപരമായ വെറും 20,000 കോടി രൂപ മാത്രമേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർ ചിലവാക്കിയിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ കാപട്യം എന്താണെന്ന് വെച്ചാൽ കിഫ്ബിയിൽ പണം വരുന്നത് ഡീസൽ പെട്രോൾ സെസ്സിൽ നിന്നും മോട്ടോർ വാഹന നികുതിയിൽ നിന്നുമാണ്. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ മോട്ടോർ വാഹന നികുതിയിൽ നിന്നും കിഫ്ബി സെസ്സിൽ നിന്നും ഇതുവരെ ഏകദേശം 10-60,000 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പാർക്ക് ചെയ്തിട്ട് ആ പണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അവസാനം പുതിയ വരുന്നൊരു സർക്കാരിൻ്റെ മേഖലയിൽ ഈ പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ ബാധ്യതയും അതോടൊപ്പം കിഫ്ബിയിൽ ഇനിയും വരുന്ന പദ്ധതികൾ പ്ലാനിൽ ചെയ്യുന്നതിൻ്റെ ബാധ്യതയെല്ലാം കൂടെ പുതിയൊരു സർക്കാർ, അവരുടെ സർക്കാരില്ലാന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുള്ളത് കൊണ്ട് അതിന് മുകളിലേക്ക് വെക്കുന്ന ഒരു സാമ്പത്തിക തന്ത്രമാണ് കണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ പരിധിക്കത് നിന്നുകൊണ്ട് കൂടുതൽ വികസനം ഭാവനാപൂർണ്ണമായി ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസം UDFനുണ്ട്. എന്തായാലും ഈ ബഡ്ജറ്റിനെ ഞാൻ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും 2.5 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗിച്ചെങ്കിലും അതിൽ നമ്മളൊരു മെറിറ്റ് കാണുന്നില്ല. കാരണം അടുത്ത 35-40 ദിവസത്തിനകത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ ബഡ്ജറ്റ് പാസ്സാക്കിയാലും അത് നടപ്പിലാക്കാനും അതിൻ്റെ പേപ്പേഴ്സ് പോലും വരില്ല. അതുകൊണ്ടല്ലേ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഈ റാപ്പിഡ് നമ്മുടെ സിൽവർ ലൈനിന് ബദലായിട്ടുള്ള പദ്ധതി പറഞ്ഞു. ആ പദ്ധതിക്ക് 10 പൈസ പോലും നീക്കി വെക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞിട്ട് പോയാൽ മതി. എന്നാൽ നടക്കാത്ത സിൽവർ ലൈനിന് വേണ്ടി 60 കോടി രൂപയാണ് ചിലവാക്കിയത്. ആലോചിച്ച് നോക്കിയത്. ഈ മഞ്ഞക്കുറ്റി വെച്ച് വഴക്കുണ്ടാക്കി വേറുണ്ടാക്കിയത് 60 കോടി രൂപയാണ് ചിലവാക്കിയത്. ആ പണം കാറ്റിപ്പോയില്ലേ? നാട്ടുകാരുടെ പണമല്ലേ? ആ പണം ഉപയോഗിച്ചിട്ട് പാവപ്പെട്ട SC ST കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് അടക്കമുള്ള അല്ലെങ്കിൽ ലൈഫ് പദ്ധതി വീടിൻ്റെ 20% മാത്രമുള്ളതിന് കൂടുതൽ കൊടുത്തുവിടായിരുന്നു. ഇതൊക്കെയാണ് ധൂർത്തുന്നില്ല എന്ന് പറയുമ്പോൾ 60 കോടി രൂപ ഇവരുടെ അഹങ്കാരത്തിൻ്റെ പേരിൽ നടത്തിയേ പറ്റൂ. കേരളയിൽ നടപ്പിലാക്കാൻ കേട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിൽ അവസാനം നടന്നത് 60 കോടി രൂപ വെള്ളത്തിൽ പോയി, ആവിയായിട്ട് നടന്നതാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത സർക്കാർ വരുമ്പോൾ നിങ്ങളുടെ നല്ല പദ്ധതികളും നമ്മുടെ പുതിയ പദ്ധതികളും കൂടെ കൊണ്ടുവന്ന് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനമായി UDF മുന്നോട്ട് പോകും.